ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കൗൺസിലറായിട്ട് മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ CPM വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ട് നിൽക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തി ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരെയും മാറ്റി നിർത്തി. സാധാരണ CPM 2 തവണയാണ് കൗൺസിലർമാരായാലും MLA മാരായാലും ഒക്കെ തന്നെ കൊടുക്കുക. നിയമസഭയായാലും പാർലമെൻറ്റിലേക്കായാൽ പോലും 2 തവണയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ അതുപോലെ തന്നെ കേഡർ സ്വഭാവമുള്ള CPM ചെയ്തുകൊണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഒരു തവണ കൊണ്ട് തന്നെ പാർട്ടിക്ക് മതിയായിട്ടുള്ളവരുണ്ട്. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 2020 മേയറായ 21ാമത്തെ വയസ്സിൽ മേയർ പദവിയിലെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മേയർ ആര്യ രാജേന്ദ്രന് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയിട്ടില്ല. 2020 ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിച്ച ആദ്യ തവണ തന്നെ ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്ത് തന്നെ മേയർ പദവിയും കൊടുത്തു എന്നുള്ളതാണ്. പിൻസീറ്റിൽ ഡ്രൈവ് ചെയ്യാൻ നിരവധി പേരുണ്ടായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്. എന്തായാലും എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ഉയർന്നാൽ, കാരണം അത് മറ്റുള്ളവരുടെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിജയസാധ്യതയെ പോലും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൊടുക്കാത്തത്. നമുക്കറിയാം, മേയർ സ്ഥാനത്ത് കയറി തുടക്കം മുതൽ ഈ അവസാന നാളുകൾ വരെയും എല്ലാ തരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത ഒരു മേയറെയാണ് തിരുവനന്തപുരം കണ്ടത്. അപക്വമായിട്ടുള്ള പെരുമാറ്റം, ഇടപെടൽ, തലയ്ക്ക് അധികാരത്തിൻ്റെ ഒരു മത്തു പിടിച്ച സ്വഭാവം, ഇതൊക്കെയാണ് ആര്യയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കോവിഡ് കാലത്ത് നടക്കാതെ പോയ പൊങ്കാലയ്ക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം എഴുതിയെടുക്കാനുള്ള ശ്രമം, ഇതൊക്കെ പുറം ലോകം അറിഞ്ഞു. വലിയ വിവാദങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോർപ്പറേഷനിൽ കരാർ നിയമനം, അതിനുവേണ്ടി പാർട്ടി ഓഫീസിലേക്ക് കത്തെഴുതുന്നു. പ്രിയപ്പെട്ട സഖാവേ, നമ്മുടെ സഖാക്കന്മാർക്ക് ലിസ്റ്റ് തരൂ, കരാർ നിയമനം ഒഴിവുള്ള ഇടങ്ങളിലെല്ലാം പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അതും കൂടാഞ്ഞിട്ട് ഒടുവിൽ ഈ KSRTCയിലെ ഒരു താൽക്കാലിക ജീവനക്കാരനായ യദു എന്ന ഡ്രൈവറെ മേയറുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള പേരിൽ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ പാതിരാത്രിയിൽ വണ്ടി തടഞ്ഞു നിർത്തി ഭർത്താവ് സച്ചിൻ ദേവുമായിട്ട് ആൾക്കാരെ മുഴുവൻ, ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ മുഴുവൻ ഇറക്കി ഡ്രൈവറെ പരസ്യമായിട്ട് തന്നെ അധിക്ഷേപിക്കുകയും മറ്റും ചെയ്തു. പാർട്ടിയുടെ പിൻബലം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ആ പാവം പിടിച്ച യദു എന്ന് പറയുന്ന KSRTC ജീവനക്കാരൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. അങ്ങനെ നിരവധി ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അവസരത്തിൽ ഇറങ്ങാറായപ്പോൾ ലണ്ടനിൽ പോയി അവിടുത്തെ ഏതോ ഒരു കടലാസ് സംഘടനയുടെ, ഒരു തട്ടിപ്പ് സംഘടനയുടെ അവാർഡും വാരിക്കുട്ടി ഇവിടെ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർക്ക് അവാർഡ് എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് അതും അങ്ങനെ അങ്ങ് കാണിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഒന്നാം തരം തട്ടിപ്പാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതെന്തിനു വേണ്ടി ഇത്തരത്തിലുള്ളൊരു അവാർഡ് തട്ടിക്കൂട്ടിയത്? ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും തനിക്ക് സീറ്റ് ലഭിക്കണം. ഇനി ഇതിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിയമസഭയിലേക്ക് സീറ്റ് കിട്ടണം. അതിനു വേണ്ടിയുള്ള ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആരോപണങ്ങളെ, വിവാദങ്ങളെ എല്ലാം തന്നെ തമസ്കരിച്ച് നിർത്തുന്നതിന് വേണ്ടി ആര്യ രാജേന്ദ്രൻ തട്ടിക്കൂട്ടിയ, അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പുരസ്കാരവും വാങ്ങിക്കൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സീറ്റുമില്ല, ഒന്നുമില്ല. ആ അവസരത്തിൽ 5 വർഷത്തെ കോർപ്പറേഷനിലെ മേയർ സ്ഥാന പദവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ
ഇറങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു ആരെയും കണ്ണീരണിയിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എന്താണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ്. തൊഴിലാളിയായ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബ സാഹചര്യം, അച്ഛൻ്റെയും അമ്മയുടെ ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ, സാധ്യമായ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു. എൻ്റെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല. വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മുന്നിൽ വരുന്ന മനുഷ്യൻ്റെ മുഖം വാടിയിരിക്കുന്നതിൻ്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ്. അല്ല, ബഹുമാനപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ ചോദിച്ചുകൊള്ളട്ടെ, പാതിരാത്രിക്ക് നിങ്ങൾ ഒരു KSRTC ഡ്രൈവറെ ഓടിക്കൊണ്ടിരുന്ന ബസ് തടഞ്ഞു നിർത്തി ആ ഡ്രൈവറെ പരസ്യമായി നഗരമധ്യത്തിൽ വെച്ച് വിചാരണ ചെയ്തല്ലോ. ആ പാവം പിടിച്ച മനുഷ്യൻ എത്രയോ മണിക്കൂറുകളായിട്ട് വണ്ടി ഓടിച്ചു വരികയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുടുംബം പുലർത്തേണ്ട ആളാണ്. ആ വിഷമം, ആ യദു എന്ന് പറയുന്ന ഡ്രൈവറുടെ മുഖത്ത് നിങ്ങൾക്ക് വിഷമമോ വിശപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? എന്തായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഭർത്താവ് സച്ചിൻ ദേവുമായിട്ട് നടത്തിയ ഈ ഡ്രൈവറുടെ നേരെ നടത്തിയ പേക്കൂത്ത്? അത് തിരുവനന്തപുരത്തുകാരെന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് നിഷേധിച്ചു. അതുപോലെ തന്നെ ബാലുശ്ശേരി MLA ആയിട്ടുള്ള സച്ചിൻ ദേവിനും ഈ മേയർ കാരണം ഉണ്ടാകാൻ പോകുന്ന ദോഷം കൂടി ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായിട്ടറിയാം. അവിടെയും ഇരിക്കുന്നത് മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. അവർ കണ്ടതാണ് നിങ്ങളിവിടെ കാണിക്കുന്ന പേക്കൂത്തുകളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടുവന്നിരിക്കുന്ന, എന്നിട്ട് തുടരുകയാണ്. ഒരു നീണ്ട പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എൻ്റെ പ്രായം 21. കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടനാ ഉത്തരവാദിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ലെങ്കിലും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ട്. എന്തായാലും ഈ പോസ്റ്റ് അങ്ങ് നീണ്ടു പോവുകയാണ്. രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ 4 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വലിയ വിജയം നേടിയത് തൻ്റെ കഴിവായിട്ടാണ് ആര്യ രാജേന്ദ്രൻ എടുത്തുയർത്തി കാണിക്കുന്നത്. എന്നിട്ട് ഈ പോസ്റ്റ് അവസാനിക്കുകയാണ്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് 21 വയസ്സുള്ള ഈ പെൺകുട്ടി ഈ വലിയ നഗരത്തിൻ്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരൻ്റെയും തൊഴിലാളികളുടെയും പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ചരിത്രം പറയും. ഇനിയും സംഘടനാ പ്രവർത്തന രംഗത്ത് നിലവിലെ ചുമതലകൾ നിർവഹിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അവരെ ഉപദ്രവിക്കാനായിട്ട് വരണ്ട. അത് ഏത് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടായാലും, CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാൽ പോലും അത് ജനങ്ങൾക്ക് ഉപകാരമായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പണി മതിയാക്കി പോയിരിക്കുക. അതായിരിക്കും നല്ലത്.